ഭാഗത്ത് തെറ്റുകൾ കുറെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ നിന്നെ ചീത്ത വിളിക്കുന്നത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാണിച്ചതാ മെന്റൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അത് ഈ സംസാരിക്കുമ്പോ എനിക്ക് വിക്ക് വരുന്നതുകൊണ്ട് ചെവിട് കേട്ടുടാതാ. കളിയാക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് പറഞ്ഞ നിലയൊന്നും അല്ല പറഞ്ഞാ എന്റെ അമ്മമാര് തന്നെ കളിയാക്കുന്ന അവര് ആണ് ബേസിലി എനിക്ക് മെന്റലി ഇമോഷണൽ ആയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞ ഡോക്ടർ എന്താ പറഞ്ഞത്? ബുദ്ധി കൊള്ളാന്ന് പറഞ്ഞു. ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധി കുറവൊന്നും. ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. 1 കിലോ പഞ്ഞിക്കാണ് 1 കിലോ പഞ്ചസാരക്കാണ് വെയിറ്റ് കൂടുതൽ. പഞ്ഞിക്കായിരിക്കും നിനക്ക് എന്തെന്ന് പറഞ്ഞേ? അതാ ചില സമയത്ത് ബുദ്ധിയില്ലായ്മ വരും. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ചോദിച്ചത് 1 കിലോ അരിക്കാണോ 1 കിലോ കല്ലിനാണോ വെയിറ്റ് കൂടുതൽ? കല്ലിനടിക്കാം കല്ല് അത് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എടാ രണ്ടും ഓരോ കിലോ അല്ലേ? അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ? കറക്റ്റ് ആണല്ലേ? പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. അതിലൊരു വെയിറ്റ് ആണ്. വെയിറ്റ് ആണ്. അപ്പൊ 1 കിലോ കല്ലും 1 കിലോ അരിയും വെച്ച് ഏതിലായിരിക്കും ലാസ്റ്റിൽ വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക? കല്ലിനടിക്കാം. നിന്നെ ഞാൻ ചാക്കി കെട്ടിക്കൊണ്ട് കളയും. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ഇനി പറ, ചെറുപ്പത്തിന്റെ ഡോക്ടർ എന്താ പറഞ്ഞ എന്നോട്? ബുദ്ധി കൂടുതലാണെന്ന്. കൂടുതലാണല്ലേ? ആ ഡോക്ടറെ എനിക്കൊന്ന് കാണണം. പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. RDXൽ ഏത് സീനാണ്? ഫുട്ബോളിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഡയലോഗ് ഇല്ല, ആൾക്കാരെ അപ്രീസിയേഷൻ കിട്ടി. അപ്രീസിയേഷൻ എന്ന് പറയില്ലേ, നീരജ് മാധവന്റെ കിട്ടിയായിരുന്നു. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാർ മറ്റു രണ്ടൊരു വേണം. ഓക്കെ പാട്. എല്ലാവർക്കും തിമിരം, ഞങ്ങൾക്കെല്ലാവർക്കും തിമിരം. നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. അതിനകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോ. എനിക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. ഇത് പാടി. എന്തൊരു തള്ളണത്! ഒരുപാട് പേരുണ്ടായിരുന്നു കവിത പാടാൻ. കവിത പാടാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു.